നമസ്കാരം. 1963 വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് അന്നത്തെ ചാമ്പ്യൻ സോണി ലിസ്റ്റിനെ വെല്ലുവിളിക്കുന്ന സമയത്ത് കാഷ്യസ് ക്ലേ നേടിക്കഴിഞ്ഞിരുന്ന മറ്റൊരു സംഭവമുണ്ട്. 2 വർഷം കൊണ്ട് പ്രൊഫഷണൽ ബോക്സിംഗിൽ നിന്ന് ആ സമയമാകുമ്പോഴേക്കും ധാരാളം പൈസയും അതുപോലെ പ്രശസ്തിയും അദ്ദേഹം നേടിക്കഴിഞ്ഞിരുന്നു. ഈ 2 വർഷം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫല തുക മാത്രം $2,34,290. ഇന്നത്തെ ഡോളറല്ല, 64 കൊല്ലം മുമ്പുള്ള ഡോളറിന്റെ വില ആലോചിച്ചാൽ മതി. പക്ഷെ ഇതിനേക്കാളൊക്കെ വളരെ മീതെയാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ മത്സര തുക. ആദ്യത്തെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ വിജയിയായ കാഷ്യസ് ക്ലേക്ക് കിട്ടിയ പ്രതിഫല തുക $4,64,595 ഇതിനൊരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ വേൾഡിലെ നമ്പർ 1 ബോഡി ബിൽഡറെ കണ്ടെത്തുന്ന മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷൻ 1965 ആരംഭിക്കുന്ന സമയത്ത് അതിന് പ്രതിഫല തുകയെ ഉണ്ടായിരുന്നില്ല. 1966 ആദ്യമായിട്ട് അതിന് പ്രതിഫലം കൊടുത്തത് $1000. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അർണോൾഡ് എന്ന ഒരു പ്രതിഭയുടെ ദീർഘവീക്ഷണം കൊണ്ടാണ് ഇന്ന് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ ധാരാളം പ്രതിഫല തുക ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം അദ്ദേഹം സംഘടിപ്പിക്കുന്ന അർണോൾഡ് ക്ലാസിക്സ് എന്ന ചാമ്പ്യൻഷിപ്പിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഫല തുക ഒരു ബോഡി ബിൽഡർക്ക് കൊടുക്കുക എന്നൊരു ഗിന്നസ് റെക്കോർഡും ഉണ്ടായി. ഏതായാലും വേൾഡ് ചാമ്പ്യൻഷിപ്പിന് മത്സരിക്കാൻ തീരുമാനിച്ചതോടെ കാഷ്യസ് ക്ലേ ചെയ്തൊരു കാര്യം, തൽക്കാലം മറ്റ് മത്സരങ്ങളെല്ലാം നിർത്തിവെച്ചു. കഠിനമായ വ്യായാമവും ബോക്സിംഗ് പരിശീലനവും എല്ലാമായിട്ട് മുന്നോട്ട് പോകണം. പക്ഷെ അത് മാത്രമായിരുന്നില്ല പരിപാടി. പൊതുവെ ഈ പ്രൊഫഷണൽ ചാമ്പ്യൻഷിപ്പുകളിലും വേൾഡ് ചാമ്പ്യൻഷിപ്പിലും ഒക്കെ എതിരാളികളെ വെല്ലുവിളിച്ച് അവരെ മാനസികമായിട്ട് തളർത്തുക എന്ന ഒരു പരിപാടി എല്ലാ കായിക താരങ്ങൾക്കും ഉണ്ട്. ആ രീതിയിലുള്ള ഒരു സമീപനം തന്നെയാണ് സോണി ലിസ്റ്റനും കാഷ്യസ് ക്ലേയും തമ്മിലുണ്ടായിരുന്നത്. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ കാഷ്യസ് ക്ലേ ഇത്തരം വെല്ലുവിളികൾ നടത്തുന്നത് അമേരിക്കൻ ജനതയ്ക്ക് പൊതുവെ ഇഷ്ടമല്ല. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം വർണ്ണവിവേചനത്തിനെതിരെ പരസ്യമായിട്ട് പ്രതികരിക്കുന്നു. സോണി ലിസ്റ്റനും കറുത്ത വർഗ്ഗക്കാരൻ തന്നെയാണ്. പക്ഷെ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഈ വർണ്ണവിവേചനം ഒരുപോലെയല്ല. കാഷ്യസ് ക്ലേ ജനിച്ചു വളർന്ന കെൻഡക്കി സ്റ്റേറ്റിൽ ഇത് വളരെ കൂടുതലായിരുന്നെങ്കിൽ കാലിഫോർണിയ പോലുള്ള പല സ്റ്റേറ്റുകളിലും വർണ്ണവിവേചനം കാര്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ സോണി ലിസ്റ്റിനെ പോലെ പലർക്കും ഇതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതേസമയം കാഷ്യസ് ക്ലേയുടെ അവസ്ഥ നമ്മൾ മുമ്പേ കണ്ടതാണ്. ഒളിമ്പിക്സ് ചാമ്പ്യനായിട്ട് പോലും ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഒരു മിൽക്ക് ഷേക്ക് കൊടുക്കാത്ത ഒരു നിലയായിരുന്നു കെൻഡക്കി സ്റ്റേറ്റിന്റെ പല ഭാഗങ്ങളിലും. വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് തയ്യാറെടുത്തുകൊണ്ട് കാഷ്യസ് ക്ലേ ആദ്യം ചെയ്ത അത്തരം ഒരു എക്സ്ട്രാ സ്പോർട്സ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ബസ് വാങ്ങിക്കുക എന്നുള്ളത്. ഷിക്കാഗോയിൽ നിന്ന് അദ്ദേഹം ഒരു ബസ് വാങ്ങിച്ചു. അത് നേരെ പിതാവിന്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത്. പിതാവ് നമുക്കറിയാം നല്ലൊരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ആ ബസ് ഒരു ഓറഞ്ച് റെഡ് കളറിൽ പെയിന്റ് ചെയ്തു. അതിന്റെ ഒരു വശത്തായിട്ട് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയായിരുന്നു: വേൾഡ്സ് മോസ്റ്റ് കളർഫുൾ ഫൈറ്റർ കാഷ്യസ് ക്ലേ. മറ്റേ സൈഡിൽ അദ്ദേഹം എഴുതിയത് സോണി ലിസ്റ്റൺ ഈസ് ഗ്രേറ്റ് ബട്ട് ഹി വിൽ ഫോൾ ഇൻ ഏജ്. അതായത് കാഷ്യസ് ക്ലേയുള്ള മത്സരത്തില് 8ാമത്തെ റൗണ്ടിൽ സോണി ലിസ്റ്റൺ പരാജയപ്പെടും. വാസ്തവത്തിൽ ഈ സോണി ലിസ്റ്റൺ അന്ന് പ്രൊഫഷണൽ ബോക്സേഴ്സിന്റെ ഒക്കെ ഒരു പേടി സ്വപ്നമായിരുന്നു. അന്നത്തെ വേൾഡ് ടോപ്പ് റാങ്കിലുള്ള 10 പ്രൊഫഷണൽ ബോക്സേഴ്സില് 8 പേരെ അദ്ദേഹം തോൽപ്പിച്ചു. ബാക്കിയുള്ളവരോട് തോൽപ്പിക്കായിരുന്നു. പക്ഷെ അവരൊന്നും അദ്ദേഹത്തോട് മത്സരിക്കാൻ തയ്യാറായില്ല. ബ്രിട്ടീഷ് ബോക്സിംഗ് ചാമ്പ്യനായിരുന്ന ഹെൻറി കൂപ്പർ സോണി ലിസ്റ്റനെ കുറിച്ച് പറഞ്ഞൊരു വാചകതാണ്: ബോക്സിംഗ് റിംഗിലൊന്നും ഉണ്ട്, അവനെ വഴി കണ്ടാൽ പോലും എനിക്ക് പേടിയാണ്. സോണി ലിസ്റ്റന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കരുത്തുറ്റ ഒരു ശരീരവും അതുപോലെ തന്നെ കരുത്തുറ്റ ഇടികളും. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രൊഫഷണൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് അന്നത്തെ വേൾഡ് ചാമ്പ്യൻ ഫ്ലോയിഡ് പാറ്റേഴ്സനെ 1ാം റൗണ്ടിൽ നോക്കൌട്ട് ചെയ്തുകൊണ്ടായിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഫ്ലോയിഡ് പാറ്റേഴ്സൺ വേൾഡ് ഹെവി വെയ്റ്റ് ടൈറ്റിൽ വീണ്ടെടുക്കാൻ ശ്രമിച്ചു. അന്നും സോണി ലിസ്റ്റൻ അയാൾ 1ാം റൗണ്ടിൽ നോക്കൌട്ട് ചെയ്തു. അത്തരം ഒരു സോണി ലിസ്റ്റനെയാണ് കാഷ്യസ് ക്ലേ വെല്ലുവിളിക്കുന്നത്. പക്ഷെ കാഷ്യസ് ക്ലേ അതിനകം തന്നെ സോണി ലിസ്റ്റന്റെ ഒരുപാട് ബോക്സിംഗ് മത്സരങ്ങൾ ടിവിയിലൊക്കെ കണ്ടിരുന്നു. അതിന് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്: സോണി ലിസ്റ്റന്റെ ഇടിയൊക്കെ വളരെ കരുത്തുറ്റതാണ്, പക്ഷെ അദ്ദേഹത്തിന് സ്പീഡ് കുറവാണ്. ഇടികളിൽ നിന്ന് വേഗത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞാൽ വിജയിക്കാം. ഏതായാലും ആ ബസ് കൊണ്ട് തന്നെ അദ്ദേഹം പല പബ്ലിക് പെർഫോമൻസുകളും നടത്തി. അവിടെ എല്ലാം വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചതായിരുന്നു: 8ാമത്തെ റൗണ്ടിൽ ആ അഗ്ലി ബെയറിനെ ഞാൻ വീഴ്ത്തും. അത് സോണി ലിസ്റ്റന്റെ ഒരു വിളിപ്പേരായിരുന്നു, ബിഗ് ബെയർ എന്നുള്ളത്, വലിയ കരടി. അതിനെ കാഷ്യസ് ക്ലേ ഒന്ന് പരിഷ്കരിച്ചു: അഗ്ലി ബെയർ, വൃത്തികെട്ട കരടി. ഏതായാലും ഇത്തരം വെല്ലുവിളികൾ പബ്ലിക്കിനിടയിൽ കാഷ്യസ് ക്ലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്.
മഹാഭൂരിപക്ഷം ജനങ്ങളും അതുപോലെ ജേർണലിസ്റ്റുകളും കാഷ്യസ് ക്ലേക്കെതിരായിരുന്നു. മിക്കവാറും ജേർണലിസ്റ്റുകളെല്ലാം പ്രചരണം നടത്തി എങ്ങനെയായിരുന്നു? കാഷ്യസ് ക്ലേയുടെ ചാൻസ് 8-1 മാത്രം. ഒരു പ്രശസ്ത ബോക്സർ പറഞ്ഞു, കാഷ്യസ് ക്ലേയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നേരത്തെ നാടുവിട്ടാന്, എന്തിനാണ് വെറുതെ ആ കരടി നേടിക്കൊള്ളാൻ പോകുന്നത്? കാഷ്യസ് ക്ലേയുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, അദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് ആകൃഷ്ടനായി എന്നുള്ളതാണ്. അതിന്റെ കാരണം ഇത് തന്നെയാണ്. അമേരിക്കയിലെ പ്രധാന മതമായ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ വർണ്ണവിവേചനം നിലനിൽക്കുന്നു. ആ കാലത്ത് അമേരിക്കയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഇസ്ലാമിക് മൂവ്മെന്റ് ഉണ്ട്, നേഷൻ ഓഫ് ഇസ്ലാം എന്ന ഒരു സംഘടന. എലീജ മുഹമ്മദ് എന്ന ഒരു വ്യക്തിയായിരുന്നു ഈ സംഘടനയുടെ നേതാവ്. 1961 ഒരു വിമാന യാത്രയ്ക്കിടയിലാണ് കാഷ്യസ് ക്ലേ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അദ്ദേഹമായിട്ട് കുറച്ച് സംസാരിച്ചതിന് ശേഷം കാഷ്യസ് ക്ലേ ആ സംഘടനയുടെ പല പ്രോഗ്രാംസിലും പങ്കെടുത്തു. അവിടെ വെച്ച് തന്നെ അദ്ദേഹം മറ്റൊരു വ്യക്തിയെ പരിചയപ്പെട്ടു. ഇതേപോലെ തന്നെ വർണ്ണവിവേചനത്തിന്റെ തിക്തഫലങ്ങൾ കാരണം ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട മാൽക്കം എക്സ് എന്ന ഒരു വ്യക്തി. ഈ മാൽക്കം എക്സ് എന്ന് പറയുന്നത്, അതായത് ശരിക്ക് ഈ സംഘടനയുടെ ഒരു പ്രത്യേകത ഇതാണ്, അവരുമായിട്ട് ചേർന്ന് മതം മാറാൻ തീരുമാനിച്ചാൽ ഉടനെ ഈ സംഘടനയിൽ നിന്ന് ആ ആൾക്കാർക്ക് ഒരു പുതിയ പേര് കൊടുക്കും. ആ പുതിയ പേര് താൽക്കാലികമാണ്. പഴയ പേരിന്റെ പകുതിയും കൂടാതെ എക്സ്, അതാണ് മാൽക്കം എക്സ് എന്ന ആ വ്യക്തിക്കുള്ള പേര്. അതേപോലെ തന്നെ കാഷ്യസ് ക്ലേക്കും അത്തരം ഒരു പേര് ഈ സംഘടന കൊടുക്കുകയാണ്, കാഷ്യസ് എക്സ്. ഇനി കുറച്ചു കാലം കഴിഞ്ഞ് ആണ് പുതിയ പേര് അലോട്ട് ചെയ്യുക. ഈ സംഭവങ്ങളൊക്കെ പതുക്കെ പതുക്കെ ലീക്കായി തുടങ്ങുന്നുണ്ട്. കാരണം പ്രശസ്തരായ ആൾക്കാർ എന്ത് ചെയ്യുമ്പോഴും ജനം വേഗം അറിയുമല്ലോ. 1964 ഫെബ്രുവരി 24 കാഷ്യസ് ക്ലേ ഒരു ഹോട്ടൽ റൂമിലാണ്. നെക്സ്റ്റ് ഡേ വേൾഡ് പ്രൊഫഷണൽ ചാമ്പ്യൻഷിപ്പ്, അതിനായിട്ടുള്ള മാനസികമായ തയ്യാറെടുപ്പിലാണ്. ശാരീരികമായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ നേരത്തെ നടത്തി കഴിഞ്ഞു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ക്രിസ് എന്ന വ്യക്തി അദ്ദേഹത്തെ വിളിക്കുന്നത് ഫോണിൽ. എന്നിട്ട് പറഞ്ഞു, വില്യം ഡൊണാൾഡ്സിനെ താങ്കളെ ഒന്ന് കാണണം. ഈ വില്യം ഡൊണാൾഡ് എന്ന് പറയുന്നത് ആ വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രൊമോട്ടറാണ്. വില്യം ഡൊണാൾഡ് താമസിക്കുന്ന ഹോട്ടലിലേക്ക് കാഷ്യസ് ക്ലേ എത്തി. തലേ ദിവസം തന്നെ വിളിപ്പിക്കാനുള്ള ഒരു കാരണം, അതിനകം ഇത്തരം പല ന്യൂസുകളും വില്യം ഡൊണാൾഡിന്റെ ചെവിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. വില്യം ഡൊണാൾഡ് കാഷ്യസ് ക്ലേയോട് ചോദിച്ചു, താങ്കൾ നേഷൻ ഓഫ് ഇസ്ലാം എന്ന സംഘടനയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? കാഷ്യസ് ക്ലേ പറഞ്ഞു, ഉണ്ട്. മാൽക്കം എക്സ് ഇപ്പോ താങ്കളുടെ കൂടെ ഉണ്ടോ? ഹോട്ടൽ റൂമിൽ ഉണ്ട്. താങ്കളുടെ നാളത്തെ മത്സരത്തിൽ താങ്കളുടെ ഒരു സഹായിയായി മാൽക്കം എക്സ് ഉണ്ടാവുമോ? ഉണ്ടാവും. താങ്കളുടെ ക്യാമ്പിൽ മുസ്ലിം വനിതകളാണോ കുക്ക് ചെയ്യുന്നത്? അതെ. ഡൊണാൾഡ് കാഷ്യസ് ക്ലേ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഉടനെ അവിടെ നിന്ന് പറഞ്ഞേക്കണം. എന്നിട്ട് ഒരു പ്രസ് കോൺഫറൻസ് അറേഞ്ച് ചെയ്യണം. അതിൽ പറയണം, പത്രങ്ങളിലും മറ്റ് മീഡിയയിലൊക്കെ അതിനകം ഇത്തരം പല ന്യൂസുകളും വന്നു കഴിഞ്ഞു. ഈ ന്യൂസ് എല്ലാം തെറ്റാണ് എന്ന് താങ്കൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് പ്രസ്താവിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫോൺ എടുത്തു, ഡയൽ ചെയ്തു. ഡയൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കാഷ്യസ് ക്ലേ പെട്ടെന്ന് ചോദിച്ചു, ഇങ്ങനെ ഞാൻ ചെയ്തില്ലെങ്കിലോ? ഡൊണാൾഡ് ഒന്ന് ഞെട്ടി. അയാൾ ഫോൺ താഴെ വെച്ചിട്ട് പറഞ്ഞു, എന്നാൽ ഈ മത്സരം ക്യാൻസൽ ചെയ്തിരിക്കും. കാഷ്യസ് ക്ലേ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ ഉറച്ചു നിൽക്കാനാണ് എൻ്റെ തീരുമാനം. മത്സരം അത് കഴിഞ്ഞേ വരൂ. മത്സരം ക്യാൻസൽ ചെയ്തെങ്കിൽ ക്യാൻസൽ ചെയ്തു, ഞാൻ പോകുന്നു. ക്രിസ് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ കുറെ ശ്രമിച്ചു, പക്ഷെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നേരെ ഹോട്ടൽ റൂമിൽ ചെന്ന് അദ്ദേഹം ഹോട്ടൽ റൂം ഒഴിഞ്ഞു. അദ്ദേഹത്തിന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാന്നുള്ളതായിരുന്നു. പാക്ക് ചെയ്ത് അതെല്ലാം ആ ബസ്സിൽ കയറ്റി കൂടെയുള്ള ആൾക്കാരെയും, പ്രത്യേകിച്ച് ഈ മാൽക്കം എക്സിനെയും മറ്റ് മുസ്ലിം വനിതകളെയും ബസ്സിൽ കയറ്റി ഹോട്ടൽ ഗേറ്റിന്റെ അടുത്ത് വണ്ടി എത്തിയപ്പോഴാണ് പെട്ടെന്ന് ക്രിസിന്റെ കാറ് അതിവേഗതയിൽ വന്ന് ആ ബസ്സിന് കുറയിട്ടു. അദ്ദേഹം പറഞ്ഞു, വെയിറ്റ്. മാൽക്കം എക്സിനോടും ബാക്കി പല ആൾക്കാരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ മത്സരം ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ബോക്സിംഗ് ലോകത്തിന് വലിയൊരു നാണക്കേടാണ്. കാരണം ടിക്കറ്റുകളെല്ലാം ഓൾറെഡി ചെലവായി കഴിഞ്ഞു എന്ന് പറഞ്ഞ് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ലൂയിവൽ മില്യനേഴ്സിൽ ഒരാൾ കാഷ്യസ് ക്ലേയെ ഫോൺ ചെയ്തു. ഈ മില്യനേഴ്സിന് പക്ഷേ വേൾഡ് ഹെവി വെയിറ്റ് മത്സരത്തിലെ കാര്യമൊന്നുമില്ല. ബാക്കിയുള്ള പ്രൊഫഷണൽ മത്സരങ്ങളിൽ മാത്രമേ അവരുടെ സ്പോൺസർഷിപ്പ് നിലനിൽക്കുള്ളൂ. അതിന്റെ പ്രതിഫലം മാത്രമേ അവർക്കൊരു കൺസേൺ ആയിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞു, കാഷ്യസ്, നീ പിടിവാശി ഉപേക്ഷിക്കുക. തൽക്കാലം അയാൾ പറയുന്ന പോലെ ചെയ്യേ. മത്സരം കഴിഞ്ഞിട്ട് നിനക്ക് നിന്റെ സ്റ്റാൻഡിൽ നിൽക്കാമല്ലോ. കാഷ്യസ് ക്ലേ പറഞ്ഞു, ഇല്ല, ഒരു ദിവസം പോലും ഞാൻ അത്തരം ഒരു നിലപാടെടുക്കില്ല. കാരണം അത്രയ്ക്കധികം ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞു സർ. വൈകുന്നേരമായപ്പോൾ
ക്രിസ് വീണ്ടും വിളിച്ചു. അദ്ദേഹം പറഞ്ഞു മത്സരം ക്യാൻസൽ ചെയ്യുന്നില്ല, നാളെ തന്നെ മത്സരം നടന്നിരിക്കും. അടുത്ത ദിവസം പുലർച്ചെ 2 മണിക്ക് കാഷ്യസ് ക്ലേ ബസ് സ്റ്റാർട്ട് ചെയ്തു. കൂടെ അദ്ദേഹത്തിന്റെ ചില അനുയായികളുണ്ട്. അവർ നേരെ പോയത് സോണി ലിസ്റ്റന്റെ വീട്ടിന് മുന്നിലേക്കാണ്. അവസാനമായി ഒന്ന് മാനസികമായിട്ട് തളർത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പോകുന്നതിന് മുമ്പായി മറ്റൊരാൾ സംസാരിക്കുന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു അറിയിപ്പ് കൊടുത്തു. സോണി ലിസ്റ്റന്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ എത്രയും വേഗം അവിടെ എത്തണം. കാഷ്യസ് ക്ലേ ആ ബസ് നേരെ കൊണ്ട് സോണി ലിസ്റ്റന്റെ വീട്ടിന് മുമ്പേ പാർക്ക് ചെയ്തു. വളരെയധികം ഉച്ചത്തിൽ ഹോൺ അടിച്ചു. ആ സമയത്ത് സോണി ലിസ്റ്റൻ കണ്ണും തിരുമ്മിക്കൊണ്ട് ഇറങ്ങി വന്നു. അപ്പോഴേക്കും അടുത്ത വീട്ടിലുള്ളവരൊക്കെ ഇറങ്ങി വരുന്ന ഒരവസ്ഥയാണ്. കാരണം അവിടെയൊക്കെ ഈ വണ്ടികൾ ഹോൺ അടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര അപൂർവമാണ്. ഇവിടുത്തെ പോലെ ഏത് നിമിഷവും ആരും നമ്മൾ ഓടിക്കുന്ന വണ്ടിയുടെ മുമ്പിൽ എടുത്ത് ചാടുകയും ഹോൺ അടിക്കുകയും ചെയ്യുന്ന അവസ്ഥയൊന്നുമല്ല അവിടെ. കാഷ്യസ് ക്ലേ ബസ് ഇരുന്നുകൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞു, ഇറങ്ങി വാടാ, ഇപ്പൊ നടന്ന മത്സരം, ഇപ്പൊ നിന്നെ ഇവിടെ ഇടിച്ചു വീഴ്ത്തിയിട്ട് വേറെ പരിപാടി. ഈ സമയമാകുമ്പോഴേക്കും ഈ കാഷ്യസ് ക്ലേയുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ സോണി ലിസ്റ്റന്റെ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് കിടന്നു. സോണി ലിസ്റ്റൻ അവരെ ശാരീരികമായിട്ട് ആക്രമിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും പോലീസ് അവിടെ എത്തി. പോലീസിന്റെ കണ്ണിൽ സോണി ലിസ്റ്റൻ ഒരു കുറ്റവാളിയെ പോലെയായി. പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ല. പോലീസിന്റെ പ്രീവിയസ് റെക്കോർഡ്സിലും പ്രതി തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പിലേക്ക് പറഞ്ഞ ഹെർബ് സൈലറേയും ടോണി എസ്പെററ്റിയൊക്കെ പോലെ തന്നെ ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ സോണി ലിസ്റ്റൻ. സോണി ലിസ്റ്റൻ എന്നല്ല, മിക്കവാറും പ്രൊഫഷണൽ ബോക്സേഴ്സ് എല്ലാം അമേരിക്കയിൽ ആ രീതിയിൽ തന്നെയാണ്. അവരുടെയൊക്കെ പുറകിലൊരു മാഫിയ സംഘം കാണും. ആ മാഫിയ സംഘത്തിന്റെ സപ്പോർട്ടിലാണ് ഇവർ പല ആക്ടിവിറ്റീസും ചെയ്യുന്നത്. അതിൻ്റെ എല്ലാം ഏറ്റവും മുന്നിൽ ഇവരുടെ അപാരമായ ശാരീരിക ശക്തി ഉപയോഗിച്ച് പല ആക്ടിവിറ്റീസും ചെയ്യുകയും ചെയ്യും. ആ ഒരു കാര്യത്തിലും പല ഗ്രൂപ്പുകൾക്കും കാഷ്യസ് ക്ലേയെ ഇഷ്ടമല്ല. കാരണം കാഷ്യസ് ക്ലേ അത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിലൊന്നും ഇടപെടാറില്ല. ഒപ്പം ഒരു ഇൻസ്പെക്ടർ കാഷ്യസ് ക്ലേയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇനി താങ്കളോട് നിൽക്കണ്ട, താങ്കളോട് വന്നാൽ ഞങ്ങൾക്ക് താങ്കൾക്കെതിരെയും കേസെടുക്കേണ്ടി വരും. അവരപ്പം തന്നെ ബസ് എടുത്തു പോയി. അടുത്ത ദിവസം മിയാമി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് മത്സരം. അവിടെയും പല പ്രിക്കോഷൻസും കാഷ്യസ് ക്ലേ നേരത്തെ എടുത്തിരുന്നു. കാരണം ഈ മത്സരങ്ങൾക്കിടയിലും ചില ഫൗൾ പ്ലേസ് ഒക്കെ നടക്കും. ഫോർ എക്സാമ്പിൾ ഹാരൾഡ് ജോൺസൺ എന്ന ഒരു പ്രൊഫഷണൽ ബോക്സറുടെ ഒരു മത്സരത്തിനിടയിൽ അദ്ദേഹം 4ാമത്തെ റൗണ്ട് കഴിഞ്ഞ് റെസ്റ്റിന്റെ സമയത്ത് കുടിക്കാൻ കൊടുത്ത വെള്ളത്തിൽ എതിരാളികൾ മയക്കുമരുന്ന് കലർത്തി. 5ാമത്തെ റൗണ്ടിൽ മത്സരിക്കാൻ കയറിയ അദ്ദേഹം സ്റ്റേജിൽ കുഴഞ്ഞു വീണു. അത് നോക്കൌട്ട് എന്നുള്ള നിലയിലാണ് ആദ്യം കണക്കാക്കിയെങ്കിലും അദ്ദേഹം ഇന്റർനാഷണൽ ബോക്സിംഗ് കമ്മിറ്റിക്ക് പരാതി കൊടുത്തു. അന്വേഷണങ്ങളൊക്കെ നടന്നു. അവസാനം എതിരാളിയെ അയോഗ്യനാക്കി പ്രഖ്യാപിച്ചു. അത്തരം പല ഫൗൾ പ്ലേസും ഇവിടെ നടക്കാം എന്ന് കാഷ്യസ് ക്ലേ കണക്കുകൂട്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുടിവെള്ളത്തിന്റെ ചാർജ് സ്വന്തം അനുജനെ തന്നെ ഏൽപ്പിച്ചു. മറ്റാരും എനിക്ക് വെള്ളം തരരുത് എന്നാണ് ഡിമാൻഡ്. ഫ്രണ്ട്സിനെ പോലും ആ സമയത്ത് വിശ്വാസത്തിലെടുത്തില്ല. light heavyweight champion Cassius Clay, champion of the world Charles Sonny Liston. ആദ്യത്തെ റൗണ്ട് മുതൽ തന്നെ കാഷ്യസ് ക്ലേ നേരിട്ട സോണി ലിസ്റ്റൻ വളർന്നു തുടങ്ങി എന്നുള്ളതാണ് സത്യം. കാരണം അദ്ദേഹം അതിശക്തമായി ഇടിക്കുന്നു. ആ ഇടിയെന്നെല്ലാം കാഷ്യസ് ക്ലേ വളരെ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ, നമ്മൾ അതിശക്തമായ ഒന്ന് ഇടിച്ചിട്ട് അത് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടില്ലെങ്കിൽ നമ്മുടെ ബാലൻസ് തന്നെ തെറ്റും. അങ്ങനെ ആദ്യത്തെ 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ വിജയം ആർക്ക് എന്ന് ഏകദേശം തീരുമാനമായി. പക്ഷെ അപ്പോഴും ഗ്രൗണ്ട് സപ്പോർട്ട് മുഴുവൻ സോണി ലിസ്റ്റനാണ്. കാരണം കാഷ്യസ് ക്ലേ പബ്ലിക്കിന് ഇഷ്ടമാണ്. 4ാമത്തെ റൗണ്ടിൽ കാഷ്യസ് ക്ലേ മുന്നിട്ട് നിൽക്കുമ്പോൾ പോലും പബ്ലിക് സപ്പോർട്ട് സോണി ലിസ്റ്റനായിരുന്നു. പക്ഷെ 5ാമത്തെ റൗണ്ടിൽ ഒരു ഫൗൾ പ്ലേ അവിടെ നടന്നു. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഫൗൾ പ്ലേ. 4ാമത്തെ റൗണ്ട് കഴിഞ്ഞ് റെസ്റ്റിനിരുന്ന കാഷ്യസ് ക്ലേയുടെ കണ്ണിൽ പെട്ടെന്നൊരു നീറ്റൽ അനുഭവപ്പെടുകയാണ്. അത് എങ്ങനെ പറ്റി എന്നൊക്കെ പല ഊഹങ്ങളുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള അറിവൊന്നും ഇപ്പോഴും ഇല്ല. നമ്മൾ ഈ വിക്സ് പോലുള്ള എന്തെങ്കിലുമൊക്കെ കണ്ണിൽ തട്ടിയാൽ എന്ത് സംഭവിക്കും? ആ രീതിയിലുള്ള ഒരു നീറ്റൽ. കാഷ്യസ് ക്ലേക്ക് ശരിക്കും കണ്ണ് കാണുന്നില്ല. ആ സമയത്താണ് 5ാമത്തെ റൗണ്ടിനുള്ള ബെല്ലടിക്കുന്നത്. ഒന്നുകിൽ ഇഞ്ചുറി ഉണ്ടെന്ന് പറയണം, പക്ഷെ ഇഞ്ചുറി ഉണ്ടെന്ന് പറഞ്ഞാൽ മത്സരം അവിടെ നിർത്തും. അതോടെ നിലവിലുള്ള ചാമ്പ്യൻ തന്നെ ചാമ്പ്യനായി തുടരും. അതുകൊണ്ട് കാഷ്യസ് ക്ലേ അതിന് തയ്യാറായില്ല. അദ്ദേഹം ആ ഒരു റൗണ്ട് അല്പം പ്രയാസപ്പെട്ടാണ് ഫൈറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സോണി ലിസ്റ്റന്റെ ഇടി ഇഷ്ടംപോലെ കിട്ടി. കാരണം കണ്ണ് തുറന്ന ഇടി വരുന്ന കണ്ടാലും ഒഴിഞ്ഞു മാറാൻ പറ്റുള്ളൂ. ഏതായാലും ആ റൗണ്ടിന്റെ അവസാന നിമിഷങ്ങളായപ്പോഴേക്കും കാഷ്യസ് ക്ലേ ഒരുവിധം നോർമലായി. അതോടെ അദ്ദേഹം പഴയ ലെവലിലേക്ക് വന്നു. 6ാമത്തെ റൗണ്ടിൽ പിന്നെ കാഷ്യസ് ക്ലേയുടെ താണ്ഡവം. കാഷ്യസ് ക്ലേയുടെ ഇടികളേറ്റ് സോണി ലിസ്റ്റൻ തളർന്നു. 6ാമത്തെ റൗണ്ട് കഴിഞ്ഞ് ഫസ്റ്റിലിരുന്ന സോണി ലിസ്റ്റൻ 7ാമത്തെ റൗണ്ട് മത്സരത്തിൽ എണീറ്റില്ല. അതോടെ
ആ മത്സരം ടെക്നിക്കൽ നോക്കൌട്ട് എന്നുള്ള ഒരു നിലയിൽ അവസാനിച്ചു. കാഷ്യസ് ക്ലേ വേൾഡ് ഹെവി വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യനായി 22ാമത്തെ വയസ്സിൽ. അന്ന് വേൾഡ് ഹെവി വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യനാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ വ്യക്തി. ഒന്നാമത്തെ വ്യക്തി സോണി ലിസ്റ്റൺ 2 തവണ ഫസ്റ്റ് റൗണ്ടിൽ നോക്കൌട്ട് ചെയ്ത ഫ്ലോയ്ഡ് പാറ്റേഴ്സൺ എന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ഈ റെക്കോർഡെല്ലാം പിന്നെ മൈക്ക് ടൈസൺ തകർത്തു 20ാമത്തെ വയസ്സിൽ വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യൻ ആയിക്കൊണ്ട്. അധികം വൈകാതെ സോണി ലിസ്റ്റൺ കാഷ്യസ് ക്ലേയെ ചാലഞ്ച് ചെയ്യുന്നു അടുത്ത വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിനായി. പക്ഷേ അതിനിടയിൽ കാഷ്യസ് ക്ലേക്ക് ഒരു ഹെർണിയ ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നു. അങ്ങനെ ആ മത്സരം നീണ്ടുപോയി. 1965 മെയ് 25-നാണ് ആ മത്സരം നടക്കുന്നത്. ആദ്യത്തെ മത്സരം കഴിഞ്ഞ് പിറ്റേ ദിവസം കഴിഞ്ഞപ്പോഴേ കാഷ്യസ് ക്ലേ പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു താൻ ഇസ്ലാമിലേക്ക് മാറിയിരിക്കുന്നു. തൊട്ടടുത്ത മാസം, അതായത് മാർച്ചിൽ, അദ്ദേഹം പുതിയ പേരും സ്വീകരിച്ചു, മുഹമ്മദ് അലി. അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റിലിരിക്കുന്ന സമയത്താണ് 1964 ജൂലൈ 3-ന് കാഷ്യസ് ക്ലേ US-ലെ ഗ്രേ ഇന്ത്യാന എന്ന സ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നത്. സോഞ്ച റോയ്, ചുരുക്കത്തിൽ ഈ രണ്ടുപേരിന്റെയും ആദ്യ അവസാനത്തെ അക്ഷരം ചേർത്ത് സോഞ്ചി എന്നാണ് അവളെ എല്ലാവരും വിളിക്കുക. അവര് ബാറിൽ അറ്റൻഡറാണ്, അതുകൂടാതെ ഒരു സിംഗറാണ്, മോഡലാണ്. അന്നേ ദിവസം വൈകുന്നേരം തന്നെ അവർ വിവാഹിതരാവാൻ തീരുമാനിക്കുന്നു. 64 ഓഗസ്റ്റ് 14-ന് അവരുടെ വിവാഹം നടന്നു. പക്ഷേ ആ വിവാഹബന്ധം 41 ദിവസമേ നീണ്ടു വന്നുള്ളൂ. സുരേഷ് ഗോപി പണ്ടൊരു TV പ്രോഗ്രാമിൽ പറഞ്ഞ പോലെ ദേ വന്നു ദാ പോയി എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. കാരണം വിവാഹം കഴിഞ്ഞ ഉടനെ കാഷ്യസ് ക്ലേ ഇവരെ നിർബന്ധിക്കാൻ തുടങ്ങി. അവര് ഇസ്ലാം മതം സ്വീകരിക്കണം, മുസ്ലിം സ്ത്രീകളെ പോലുള്ള ഡ്രസ്സൊക്കെ ധരിക്കണം. അതൊന്നും, പ്രത്യേകിച്ച് അവരൊരു മോഡലാണ്, അത്തരം ഡ്രസ്സുകളോട്ടൊന്നും നടന്ന അവർക്ക് ശീലമേ ഇല്ല. ഏതായാലും 41 ദിവസം കഴിഞ്ഞപ്പോൾ ആ ബന്ധം പിരിഞ്ഞു. 1966 അത് ലീഗലി ഡിവോഴ്സ്ഡായി. ഇതിനിടയിൽ സംഭവിച്ച മറ്റൊരു കാര്യമായിരുന്നു കാഷ്യസ് ക്ലേയുടെ അടുത്ത ഫ്രണ്ടും നാഷണൽ ഓഫ് ഇസ്ലാമിന്റെ ഒരു സീനിയർ മെമ്പറുമായ മാൽക്കം എക്സിനെ ആരോ ചിലർ ചേർന്ന് വധിച്ചു. അതോടെ അവിടെയെല്ലാം ഒരു പ്രചാരണം തുടങ്ങി. അടുത്ത ഇര കാഷ്യസ് ക്ലേ ആയിരിക്കും. ശരിയോ തെറ്റോ എന്ന് ഇന്നേ വരെ ആർക്കും അറിയില്ല. കാരണം ഈ സമയത്ത് അടുത്ത മത്സരത്തിനുള്ള തീവ്രമായ പ്രാക്ടീസിലാണ് കാഷ്യസ് ക്ലേ. പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഹോട്ടൽ റൂമിലേക്ക് കുറച്ച് FBI ഓഫീസേഴ്സ് വന്നു. അവർ പറഞ്ഞു, താങ്കൾക്കെതിരെ ഒരു വധഭീഷണി ഉള്ളതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. താങ്കൾ ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് ഞങ്ങൾക്കത് കേട്ടിട്ടും ഉണ്ടായിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് താങ്കൾക്ക് ഇനിയോട്ട് സ്ഥിരം പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. അന്നോട്ട് കാഷ്യസ് ക്ലേയുടെ കാറിന്റെ മുമ്പേയും പുറകെയും ആയിട്ട് ഓരോ പോലീസ് കാറുകൾ ഉണ്ടാവും. ഒപ്പം കാഷ്യസ് ക്ലേയുടെ കാറിന്റെ അകത്ത് ഒരു ഗൺമാൻ ഉണ്ടാവും. ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പോകുന്ന അവസ്ഥയിൽ, പഴയ ആൾ പോകുന്ന പോലല്ല. 1965 മെയ് 25-ന് രണ്ടാമത്തെ വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പ് സോണി ലിസ്റ്റനും കാഷ്യസ് ക്ലേയും തമ്മിൽ. അത് ഫ്ലോയ്ഡ് പാറ്റേഴ്സന്റെ അവസ്ഥയായിരുന്നു ഇത്തവണ സോണി ലിസ്റ്റന്. ഫസ്റ്റ് റൗണ്ടിൽ നോക്കൌട്ട്. സോണി ലിസ്റ്റൻ തന്നെ പിന്നീട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രസകരമായ ഒരു കാര്യം, ആ സമയത്ത് അവിടെ ഒരുപാട് ആംഡ് പോലീസ് കാഷ്യസ് ക്ലേയുടെ പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. എന്റെ മനസ്സിൽ കൂടെ പോയ ചിന്ത വേറൊന്നായിരുന്നു. ഈ പബ്ലിക്കിൽ നിന്ന് ആരെങ്കിലും കാഷ്യസ് ക്ലേ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ആ പോലീസുകാർ വെടിവെക്കും. അത് ചിലപ്പോ ഉന്നം തെറ്റി ഞങ്ങളുടെ ദേഹത്തായിരിക്കും കൊള്ളും. കാഷ്യസ് ക്ലേ അതിവേഗതയിൽ നീങ്ങുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അയാൾക്കത് വെടിയേൽക്കാനുള്ള ചാൻസ് കുറവാണ്. അതേസമയം എനിക്ക് വെടിയേൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മത്സരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്ന് ഞാൻ തീരുമാനിച്ചു. അത് ഉള്ളതാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഫസ്റ്റ് റൗണ്ടിൽ തന്നെ സോണി ലിസ്റ്റനെ നോക്കൌട്ട് ചെയ്തുകൊണ്ട് കാഷ്യസ് ക്ലേ രണ്ടാമത്തെ വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പ് നേടി. അടുത്ത ചാലഞ്ച് കാഷ്യസ് ക്ലേക്ക് നേരിട്ടത് സോണി ലിസ്റ്റന് മുമ്പുള്ള ഫ്ലോയ്ഡ് പാറ്റേഴ്സൺ. ആ മത്സരത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.